ഈ 17-ാം നമ്പർ ജേഴ്സി എന്ന് പറയുമ്പോൾ പല ഫുട്ബോൾ ആരാധകർക്കും അത്ര പെട്ടെന്നാണ്ട് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് 17-ാം നമ്പർ ജേഴ്സിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ലോക ഫുട്ബോളിൽ ഒരുപാട് വിങ്ങർമാർ ധരിച്ചിട്ടുള്ള ജേഴ്സിയാണ് 17 എന്ന് പറയുന്നത്. ഈ വിങ്ങർമാരൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള കളിക്കാരായിരുന്നു. നമുക്കറിയാം പോർച്ചുഗലിൻ്റെ നാനി ധരിച്ചിട്ടുള്ളത് 17-ാം നമ്പറായിരുന്നു. ഹസാർഡ്, അലക്സിസ് സാഞ്ചസ്, ഇപ്പോൾ ഗ്രീസ്മാൻ, അതുപോലെ ഇന്ന് ബയൺ മ്യൂണിക്കിൽ സാദിയോ മാന ധരിച്ചിരിക്കുന്നത് 17-ാം നമ്പർ ജേഴ്സിയാണ്. എന്തിന് കെവിൻ ഡിബ്രൂയിനെ സിറ്റിയിൽ മാജിക് തീർക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് 17-ാം നമ്പർ ജേഴ്സിയാണ്. അപ്പോൾ 17-ാം നമ്പർ ജേഴ്സി എന്ന് പറയുമ്പോൾ ലോക ഫുട്ബോളിലെ പല ആരാധകരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരുകളാണ് ഇത് എന്ന് പറയുന്നത്. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു 17-ാം ജേഴ്സിക്ക് ഒരു പിറകിൽ ഒരു പ്ലെയർ ഉണ്ട്. അതായത് ഈ ഒരു സീസണോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരുടെ മനസ്സിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ. ഇന്ന് ഈ ഒരു സീസൺ കഴിയുന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് നല്ല യുവതാരങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു താരമാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന ഈ ഒരു താരം. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗരവിന് കുറച്ചുകൂടെയൊക്കെ ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രകടനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കൊക്കെ ഇടം പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹത്തിന് അധിക സമയങ്ങളൊന്നും ഗ്രൗണ്ടിൽ ചെലവഴിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു സീസണിൽ അവസാനത്തെ ചില മത്സരങ്ങളിൽ മാത്രമാണ് സൗരവിന് ഇറങ്ങാനായിട്ട് സാധിച്ചത്. ബട്ട് അന്നൊക്കെ നമ്മൾ പറഞ്ഞ ആ മത്സരത്തിന് ശേഷമൊക്കെ സൗരവ് ടോപ്പാണ്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, നല്ല ഒരു പ്ലെയറായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണത്. കഴിഞ്ഞ ഹൈദരാബാദിനെതിരെ അദ്ദേഹം അയ്മന് കൊടുത്തിട്ടുള്ള ആ അസിസ്റ്റൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു അസിസ്റ്റാണത്. അദ്ദേഹത്തിൻ്റെ സ്പീഡി ആയിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഡ്രിബ്ലിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് തൃപ്തിപ്പെടുന്ന രീതിയിലായിരുന്നു ഈ ഒരു സീസണിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെയൊക്കെ ചാൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ്. അയ്മന്, അസർ, വിപിന്, ജിക്സന്, അതുപോലെ ഒരുപാട് താരങ്ങളെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഈ കൊല്ലം അത് ഈ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കടന്നു വന്നു എന്ന് വേണം പറയാൻ. ആരാധകരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു താരം തന്നെയാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന ആ ഒരു താരവും. സീസണിൻ്റെ അവസാനത്തിൽ കിട്ടിയ ഒരു ഡയമണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു താരമാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന താരം. 2000-ലാണ് സൗരവ് ജനിക്കുന്നത്. പഞ്ചാബിലെ ജലസന്ധർ എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് സൗരവിൻ്റെ ജനനം. തൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് JT യൂത്ത് അക്കാഡമി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അക്കാഡമിയിലൂടെയാണ്. അവിടെ നിന്നും പിന്നീട് പന്ത് തട്ടി ഈസ്റ്റ് ബംഗാളിൻ്റെ യൂത്ത് കരിയറിലും പന്ത് തട്ടിയിട്ടുള്ളൊരു പ്ലെയറാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. പിന്നീട് തൻ്റെ സീനിയർ കരിയറിലേക്ക് കാലെടുത്ത് വെക്കുന്നത് റെയിൻബോ FC-യിലേക്കാണ്. അവിടെ നിന്നും ഐ ലീഗിൻ്റെ 2nd ഡിവിഷൻ ക്ലബിലേക്ക് കളിക്കുന്നു. ATK അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത എന്ന് പറയുന്ന ISL-ലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലബിലേക്ക്, B ടീമിലേക്ക് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ. പിന്നീട് അവിടെ നിന്നുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് കഴിഞ്ഞൊരു സീസണിൽ നമ്മൾ സൗരവിന് അത്ര വലിയ രീതിയിൽ എടുത്തു പറയാനായിട്ട് നമുക്ക് ചാൻസുകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സീസണിൽ രാഹുലിൻ്റെ ഒരു പകരക്കാരനായിട്ട് സൗരവ് എത്തുമ്പോൾ നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് സൗരവിനെ നമ്മളെന്തോ സ്വാപ്പ് ഡീലിലൂടെ കൊടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അതൊരു മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല റെഡിക്കായിട്ടുള്ള ഒരു വിങ്ങർ തന്നെയാണ്. കുറച്ചുകൂടെ നമ്മളൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ചാൻസും കൊടുത്തു കഴിഞ്ഞാൽ വളർന്നു വരാൻ പറ്റുന്ന ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് സൗരവ് മണ്ഡൽ എന്ന് പറയുന്ന കളിക്കാരൻ.